അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. AMI അബ്ബാസിയ റമദാൻ ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് ഖുർആനിലെ ഒരു ശക്തമായ മുന്നറിയിപ്പാണ്. ഫഅതാഅക്കും അസാബുല്ലാഹിൽ ബഗ്തത. അപ്രതീക്ഷിതമായി ശിക്ഷ നിങ്ങൾക്കെത്തും. ഈ ഒരു വാചകം നമ്മുടെ ഹൃദയം കുലുക്കേണ്ടതാണ്. നമ്മിൽ പലർക്കും ഒരു ധാരണയുണ്ട്, ഇനിയും സമയം ധാരാളമുണ്ട്, കുറച്ചു കഴിഞ്ഞ് തൗബ ചെയ്യാം, വയസ്സാകുമ്പോൾ നമസ്കാരമൊക്കെ ശരിയാക്കാം. പക്ഷെ ഖുർആൻ നമ്മെ ഉണർത്തുന്നു, ശിക്ഷ വന്നാൽ അത് മുന്നറിയിപ്പില്ലാതെ വരും. അത് വന്നാൽ തിരുത്താൻ അവസരമുണ്ടാകില്ല. ആ സമയത്ത് രക്ഷപ്പെടുക ആരാണ്? അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ, പാപങ്ങളിൽ നിന്നും തിരിഞ്ഞവർ, സത്യമായി തൗബ ചെയ്തവർ. റമദാൻ നമ്മുടെ അവസരമാണ്. പ്രിയപ്പെട്ടവരെ, റമദാൻ വെറും വിശപ്പിന്റെയും ദാഹത്തിന്റെയും മാസം മാത്രമല്ല, അത് ആത്മപരിശോധനയുടെ മാസമാണ്. അത് മാറ്റത്തിന്റെ മാസമാണ്. അത് അള്ളാഹുവിലേക്കുള്ള മടങ്ങിയെത്താനുള്ള സ്വർണാവസരം. അള്ളാഹു നമ്മെ ശിക്ഷിക്കാനല്ല റമദാൻ നൽകിയിരിക്കുന്നത്, നമ്മെ തിരുത്താനും ഉയർത്താനും തന്നെയാണ്. ശിക്ഷ പെട്ടെന്ന് വരാം, പക്ഷേ കരുണയുടെ വാതിൽ ഇപ്പോൾ തുറന്നിരിക്കുന്നു. ഇന്ന് അള്ളാഹു നമ്മോട് പറയുന്നു, എന്റെ ദാസ, നീ എന്നിലേക്ക് മടങ്ങി വരൂ. നമ്മൾ ചിന്തിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഈ റമദാനിൽ നമ്മൾ നമ്മോട് ചോദിക്കണം, എന്റെ നമസ്കാരം ഞാൻ ശരിയായി ചെയ്യുന്നുണ്ടോ? എന്റെ ഹൃദയം അസൂയയും അഹങ്കാരവും പകയും വിദ്വേഷവും ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നുണ്ടോ? ഞാൻ മറച്ചു ചെയ്യുന്ന പാപങ്ങൾ നിർത്തിയോ? ഖുർആനുമായി എനിക്ക് ബന്ധമുണ്ടോ? കാരണം മരണം അറിയിപ്പില്ലാതെ വരും, വിധി അറിയിപ്പില്ലാതെ വരും. അവസരം എന്നും കാത്തിരിക്കുകയില്ല. റമദാൻ അവസാനിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു തീരുമാനമെടുക്കാം. സത്യമായി തൗബ ചെയ്യാം, നമസ്കാരം കാത്തു സൂക്ഷിക്കാം, ഖുർആൻ ദിവസവും വായിക്കാം, നമ്മുടെ ഹൃദയം ശുദ്ധമാക്കാം. ഇന്ന് മാറുന്നവനാണ് യഥാർത്ഥ വിജയി. ഇന്ന് തൗബ ചെയ്യുന്നവനാണ് ഭാഗ്യവാൻ. അള്ളാഹു നമ്മെ ഈ റമദാൻ വഴി മാറ്റം വരുത്തുന്നവരാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ മാപ്പാക്കട്ടെ. നമ്മെ സ്വർഗത്തിന് അർഹരാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.